നമസ്കാരം. നമ്മുടെ സ്ട്രെച്ച് ബെൽറ്റിൻ്റെ ടൂളാണിത്. ഇതിൻ്റെ റീൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ടൂള് കാണുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ഇത് എങ്ങനെ യൂസ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നോ ഒരു സംശയമുണ്ട്. അപ്പോൾ ചില ആളുകൾ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില വർക്ക്ഷോപ്പുകൾ നമ്മൾ ചോദിച്ചപ്പോൾ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇത് തൊടുപുഴയിൽ നമ്മൾ ഓട്ടോസോൺ, നമ്മുടെ അനീഷ് പിന്റു അവരുടെ വർക്ക്ഷോപ്പാണ്. അപ്പോൾ ഇവരിത് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 8 മാസത്തിന് മുകളിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർ മഹീന്ദ്ര മെയിനായിട്ടാണ് അവരുടെ ഒരു വർക്ക്ഷോപ്പ് പണിയുന്നത്. മറ്റേ വർക്ക്ഷോപ്പിൽ കാറുകളാണ്. അപ്പോൾ അവർക്കത് ഉപയോഗിക്കാൻ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അവർക്കിടെ തന്നെ വോയിസിലൂടെ നമുക്കതൊന്ന് കേട്ടു നോക്കാം. പിന്നെ നമ്മളെ ആ സ്ട്രെച്ച് ബെൽറ്റിന്റെ ടൂള് വാങ്ങിച്ചിട്ട് എങ്ങനെയുണ്ട്? മറ്റേ എന്തിട്ടാണ് പവർ പ്ലസിനൊക്കെ വരുന്ന അതല്ലേ? അതെങ്ങനെയുണ്ട്? അത് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അത് ചിലർക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ടല്ലോ. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അത് ഒറ്റയടിക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. അത് നമ്മള് ഒന്ന് പുള്ളിക്കകത്തേക്ക് കയറ്റി വെച്ചിട്ട് അത് ബെൽറ്റ് ഊരാനും പിന്നെ അത് കയറ്റിയിടാനും 2 പൊസിഷൻ വരും. ആ രീതിക്ക് സെറ്റ് ചെയ്താൽ മാത്രമാണ് ഊരിയെടുക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഊരുകയും ഇടുകയും ചെയ്യുന്നുണ്ട്? ഒരു കുഴപ്പമില്ല. നിങ്ങൾ മഹീന്ദ്ര ആണല്ലോ കൂടുതലും പണിയണത്. അപ്പൊ നിങ്ങൾക്കത് സക്സസ് ആണെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് ആൾക്കാർ പറയുന്നതിന് അർത്ഥമില്ല. അത് ചില ആൾക്കാർ അവർക്ക് കൈ എത്തുന്നില്ല, കൈ കയറുന്നില്ലെന്ന് അങ്ങനെയൊക്കെ പരാതി പറയുന്നുണ്ട്. പിന്നെ അത് കറങ്ങാനുള്ള സ്പേസോടെ വേണം. അത് കറങ്ങാൻ സ്പേസ് അല്ലേ, ആ സാധനം വലിയ. അത് കുറെ നേരം നോക്കിയാൽ മാത്രം മനസ്സിലാവും. ഈ മെക്കാനിക്കൽ അവരൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പിടികിട്ടും. ആദ്യമായിട്ട് ഇടുന്നവന് മനസ്സിലാവില്ല. എങ്ങനെ ആ സാധനം കംപ്ലൈന്റ് അല്ല. അത് ഒറ്റയടിക്ക് ചെന്ന് നോക്കിയാൽ നമുക്ക് ഒരു രീതിയിൽ ഇത് എങ്ങനെ ഇടുന്നതെന്ന് പറയും. ഈ മറ്റേ കോട്ട കൈ കിട്ടിയ കുറച്ചു നേരം ശാന്തമായിട്ട് അതേലും നോക്കിയിട്ട് ഇതിന്റെ ഷേപ്പും കൂടെ നോക്കിയാൽ മനസ്സിലാവും. ഇത് ആദ്യത്തെ ദിവസം ഇവർ ഇട്ടു എന്ന് പറഞ്ഞു. പിറ്റേന്ന് ഈ വർക്ക്ഷോപ്പിലാണ് വന്നത്, അപ്പുറേ വർക്ക്ഷോപ്പിൽ വന്നെ അവരിട്ടു. എന്നിട്ട് ഇപ്പറേ വർക്ക്ഷോപ്പിൽ സെയിം വന്നു. അത് കൊടുത്തു വിട്ടു. ഞാൻ കുറെ നേരം അത് വിട്ടിരുന്നു. ഒരു രീതിയിൽ ഇതാവുന്നില്ല. അപ്പൊ ഇവര് പറഞ്ഞു എന്നാ അവനെ വിളിക്കാം, അവിടെ നാളെ വിളിക്കാൻ തോന്നുന്നു. അത് നമുക്ക് ഇൻസൾട്ട് അല്ലേ. അപ്പൊ തന്നെ കുറച്ചു നേരം അതെ സൂക്ഷിച്ചു നോക്കി ആ ബെൽറ്റ് കറങ്ങണം. നമ്മൾ കൈ കൊണ്ട് അതേ വെക്കരുത്, അതിന് മുകളിൽ വെച്ച് അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്താൽ പൊസിഷൻ കിട്ടും. പൊസിഷൻ കറക്റ്റ് ആയോ വെച്ച് ചുമ്മാ തിരിച്ചാൽ ഊരിപ്പോരും. കയറ്റിയിടാനും അതന്നെ സിമ്പിളാ. ചുമ്മാ കറക്കി വിടാം, കേറും. പക്ഷെ അതൊന്ന് നോക്കിയാൽ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മനസ്സിലാവും. മനസ്സിലായിട്ടേ ചെയ്യാവുള്ളൂ. ഓക്കെ, പിടിക്കരുത്. ഓക്കെ, ശരി.